ഹെൽത്തിയായ ഒരു മഴവിൽ സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കും കുട്ടികൾക്കും ഹെൽത്തിയായ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇതുപോലെ ഒരു ഹെൽത്തി സാലഡ് തയ്യാറാക്കാം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പകരമായിട്ട് ഇതുപോലെ ഒരു ഹെൽത്തി സാലഡ് തയ്യാറാക്കാം. അതല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ചോറിന് പകരമായിട്ട് ഇത് കഴിക്കാം. അതല്ല രാത്രിയുള്ള ഫുഡ് പകരമായിട്ട് വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഇത് ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്, ഇതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഈ ഒരു സാലഡ് കഴിച്ചാൽ അന്ന് നമ്മൾ മറ്റു ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരം ഹെൽത്തിയുമായിരിക്കും, നമുക്ക് വണ്ണവും വയ്ക്കില്ല. അങ്ങനെ ഒരു മഴവിൽ സാലഡാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മഴവിൽ സാലഡിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. മറ്റ് സാധനങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സാലഡിന് മുകളിൽ ഒഴിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഹെൽത്തി മയോണൈസ് തയ്യാറാക്കാം. അതിലേക്കായി ഇതുപോലെ പുഴുങ്ങിയ മുട്ടയുടെ 2 മുട്ടയുടെ വെള്ള, ഒരു നാരങ്ങയുടെ നീര്, 1/4 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ പഞ്ചസാര, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 1-2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇത്രയും ഒഴിച്ചിട്ട് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് ചെറുതായി ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഹെൽത്തിയായ മയോണൈസ് തയ്യാറാകും. ഇതുപോലൊരു മയോണൈസ് കൂടി തയ്യാറാക്കി ഈ സാലഡിന് മുകളിലൂടെ ഒഴിച്ചു കൊടുത്താൽ കുട്ടികളും വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കും. ഇതാ മയോണൈസ് ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് ഇത് ഹെൽത്തി സാലഡ് തയ്യാറാക്കാം. മയോണൈസ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആപ്പിളും സമയത്തൊന്ന് കട്ട് ചെയ്താൽ മതി. നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ അത് കറുത്ത് പോകും. പിന്നെ സ്വീറ്റ് കോൺ, ചോള ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. പിന്നെ ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളരിക്ക, മാതളം എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചോളം നമുക്കിതുപോലെ പെട്ടെന്നൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സാലഡ് ഇവിടെ റെഡിയാക്കാം. ചോളവും ക്യാരറ്റും മാതളവും വെള്ളരിക്കയും മുട്ടയും ക്യാബേജും ആപ്പിളും എല്ലാം ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ ഒരു മഴവില്ലിൻ്റെ ഭംഗിയുണ്ട്. കഴിക്കുമ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് സാലഡ് ഇനി നമ്മുടെ മഴവിൽ സാലഡ് തയ്യാറാക്കാം. ഇതുപോലൊരു ബൗളിലേക്ക് ആദ്യം ചോളം നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ആപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ വെള്ളരിക്ക ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. നീളത്തിന് അരിയണമെന്നുള്ളവർക്ക് അങ്ങനെ അരിയാം. പിന്നെ ക്യാരറ്റും ഇതുപോലെ ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം ക്യാബേജ്, തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കണം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കണം. ഇത് ബൗളൊന്ന് ചെറുതായിപ്പോയി, അതുകൊണ്ട് ബൗളിലേക്ക് ഞാൻ വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കണം. ഇളക്കുന്നതിന് വേണ്ടി വേറൊരു ബൗളിലേക്ക് മാറ്റി എല്ലാം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം മാതളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാതളവും ആപ്പിളൊക്കെ ആകുമ്പോൾ ഈ സാലഡിന് നല്ലൊരു സ്വീറ്റും കൂടെ കിട്ടും, മധുരവും കൂടെ കിട്ടും. ഈ മാതളം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കണം. ഈ കളർഫുൾ സാലഡിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞത് മുട്ടയാണ്. പ്രോട്ടീൻ റിച്ച് ആണെല്ലാം മുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയിട്ട് ഒരു ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കണം. എന്നിട്ട് ഒരു നാരങ്ങ നീര് കൂടി ഇതിൻ്റെ കൂടെ അല്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ മയോണൈസ് ചേർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വേറെ എരിയോ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മയോണൈസയിൽ നാരങ്ങയുടെ പുളിപ്പും കുരുമുളകിൻ്റെ എരിയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ മയോണൈസ് കൂടി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മയോണൈസ് കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ഹെൽത്തിയായ കളർഫുള്ളായ ഒരു മഴവിൽ സാലഡ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവരും ജിമ്മിൽ പോകുന്നവരുമൊക്കെ ഇതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് ഇതുപോലെ ഒരു ഹെൽത്തി സാലഡ് തയ്യാറാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് എഗ്ഗ് കൂടി ഉള്ളത് കൊണ്ട് ഇതിനകത്ത് പ്രോട്ടീൻ റിച്ച് ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനും പ്രോട്ടീനും എനർജിയും എല്ലാം ഈ ഒറ്റ സാലഡിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതെല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകും. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പികൾക്ക് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.